ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞങ്ങൾ ഇന്നലെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുമ്പ് നമ്മളൊന്ന് അമ്പലത്തിൽ പോയതാണ്. രാത്രി 10 മണിക്ക് ശേഷമാണ് പോയത്. ഒന്ന് കയറി തൊഴാമെന്നും പറഞ്ഞ് പോയി. എന്തോ പറയാൻ, ഭയങ്കര ജനമായിരുന്നു. ഒരുപാട് ആൾക്കാരായിരുന്നു. കണ്ടോ, ക്യൂ കണ്ടോ? ഇത്രയും കയറി തൊഴുതിട്ടുമ്പോൾ സമയമാവും. അതുകൊണ്ട് ഞാൻ മോളും ഉള്ളതുകൊണ്ട് നമ്മൾ മുന്നിൽ നിന്ന് തൊഴുതിട്ട് നേരെ ഒരു നാരങ്ങ വിളക്ക് കത്തിക്കാമെന്ന് കരുതി. 5 പീസ് നാരങ്ങ 50 രൂപയാണ്. അങ്ങനെ ദേവിക്ക് നാരങ്ങ വിളക്ക് അർപ്പിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ആർച്ചൊക്കെ നല്ല ലൈറ്റ് സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലൈറ്റൊക്കെ കണ്ടു നോക്കിയപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വിളക്ക് ഇട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ വിളക്ക് ഇട്ട് വരുന്നത് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ആഘോഷിച്ച് തന്ന കുറേ പയ്യന്മാരും അടിപൊളിയായിട്ട് അവന്മാർ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇങ്ങനെ രാത്രി ഒരു 12-1 മണി വരെ വന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് നട അടയ്ക്കുന്നത്. ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത്, വിളക്കിട്ട് വരുന്നത്. അവർ ആ വിളക്ക് കെട്ടും ചെണ്ടമേളമൊക്കെ ആയിട്ട് വന്ന് ദേവിയുടെ മുമ്പിൽ അവിടെ വന്ന് നിന്ന് കുറേ നേരം ഇങ്ങനെ നന്നായിട്ടൊക്കെ കളിച്ചിട്ടാണ് അമ്പലത്തിനകത്തേക്ക് കയറുന്നത്. പിന്നെ അത് നമുക്ക് പറയാൻ പറ്റുന്ന ലൈറ്റ്, ഇഷ്ടംപോലെ ലൈറ്റാണ്. ലൈറ്റ് സജ്ജീകരണങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയായി. ഇതൊക്കെ കണ്ടില്ല വെച്ചിരിക്കുന്നത്, ലൈറ്റിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. കണ്ട് നമുക്ക് കണ്ണ് വെച്ച് എടുക്കുന്ന രീതിയിൽ അടിപൊളിയായില്ല. എല്ലാ സ്ഥലങ്ങളിലും ലൈറ്റ്. സ്റ്റേജ് 3 സ്റ്റേജുണ്ട്. 2 സ്റ്റേജിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത്. 2 മെയിൻ സ്റ്റേജ് 2 ഒരെണ്ണം അകത്തല്ലാത്ത സ്റ്റേജ്, അങ്ങനെ 3 സ്റ്റേജാണുള്ളത്. അതിൽ ഈ മെയിൻ സ്റ്റേജ് ഒരെണ്ണം ഉള്ളതെന്ന് പറഞ്ഞാൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കൊണ്ട് അടിപൊളിയായിരിക്കുക. DJ സെറ്റപ്പിലാണ് ഇത്. ഇപ്പോൾ കണ്ടോ, ഇത് വേറെ വശത്തൂടെ വിളക്കിട്ട് വരുന്നതാണ്. ഉണ്ടാവും 3, 4, 5 വിളക്കിട്ട് വേറെ സ്ഥലത്ത് നിന്ന്, അത് മുൻവശത്തൂടെ വന്ന് ഇത് പുറകുവശത്തൂടെ വരുന്നതാണ്. ഇതുമാത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയെന്നറിയാം വിളക്കിട്ട് ഇഷ്ടം പോലെ. നമുക്ക് ആ സ്റ്റേജിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒന്ന് കാണാൻ നോക്കിയോ. DJ ലൈറ്റ് പോലെ സെറ്റ് ചെയ്തേക്കണ്ട, അടിപൊളിയല്ലേ അത് കാണാൻ തന്നെ ഒരു അടിപൊളിയാണ്. DJ ലൈറ്റ് ചെയ്തേക്കുന്നത്. അത് കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കാണെങ്കിൽ നിറയെ കടകളാണ് മുന്നിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. കണ്ടതാ, ആ വിളക്കെട്ടൊക്കെ നമ്മൾ അമ്പലത്തിലോട്ട് കയറേണ്ട അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ നന്നായിട്ട് കളിച്ചൊക്കെയാണ് വരുന്നത് കേട്ടോ. ഡാൻസ് കളിച്ച് നന്നായിട്ട് കളിച്ചൊക്കെ വരുന്നത്. ജനമാണ്, ഒരുപാട് ആളാണ്. ഒരുപാടെന്ന് വെച്ചാൽ ഈ മണ്ണ് വാരിയിട്ട് തറയിൽ വീഴുന്ന അത്രയും ജനമാണ്. ഇങ്ങനെ കട വെച്ചിരിക്കുന്ന ഈ സൈഡ് മാത്രമല്ല, ഫ്രണ്ട് സൈഡ് അപ്പുറത്തും ഉണ്ട്. അവിടെ അങ്ങ് വീഡിയോ എടുക്കാൻ വേണ്ടി അത്ര തിരക്കായിരുന്നു. പിന്നെ മോൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് നമ്മൾ സർബത്ത് കുടിച്ചു, ബജ്ജി കഴിച്ചു. അതുകൊണ്ട് അത് പട്ടയാണ് നമ്മൾ വാങ്ങിച്ചത്, അത് വെള്ളം ഇടാനായിട്ടുള്ളത്. പിന്നെ ഈ വിളക്കിട്ടൊക്കെ അമ്പലത്തിൽ നമ്മൾ കറങ്ങി നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നേ. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇങ്ങനെ വിളക്കിട്ടൊക്കെ നിരത്തി വെച്ചൊക്കെ ആയിരുന്നു. എല്ലാവരും വന്ന് കഴിഞ്ഞ് നിരത്തി വെച്ച് അമ്പലത്തിലേക്ക് അകത്ത് കയറാൻ വേണ്ടി. അങ്ങനെ അത് കഴിഞ്ഞു കണ്ട് നമ്മൾ പുറത്തോട്ട്, നമ്മൾ ഈ സൈഡിൽ നമ്മൾ വണ്ടി വെച്ചേക്കുന്ന അങ്ങ് റോഡിൽ ഒരു കിലോമീറ്ററിന് അപ്പുറത്താണ് വണ്ടി വെച്ചിട്ടാണ് നടന്നത്. അടുത്ത വീണ്ടും വന്നുകൊണ്ടിരിക്കുക അമ്പലത്തിനകത്തോട്ട് കയറാൻ വേണ്ടി. നേരെ അത് ഫ്രണ്ട് വഴിയായി വരുന്നത് കേട്ടോ, വിളക്കേട്ട് വരുന്നത് ഇഷ്ടംപോലെ. അങ്ങനെ അമ്പലം കൊണ്ട് അവിടെ മൊത്തം ഭക്തി സാന്ദ്രമാണ്. അടിപൊളിയായിരുന്നു ആറ്റുകാൽ.